If you are new to MacBook, ഈ പറയുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതേപോലുള്ള ടെക് ടിപ്സ് ആൻഡ് ട്രിക്സിന് ഇപ്പൊ തന്നെ എന്റെ ചാനൽ ഫോളോ ചെയ്തോ. അതേപോലെ തന്നെ കോണ്ടന്റ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ സേവ് ചെയ്ത് വെക്കാനും യൂസ്ഫുൾ ആവും തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ഹോം സ്ക്രീൻ ഇതേപോലെ കെയോസ് ആയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫുൾ സാധനം കമാൻഡ് പ്രസ് ചെയ്തിട്ട് ഓരോന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് എല്ലാം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത ഏതെങ്കിലും ഇമേജിനെ വലിച്ച് രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഫോൾഡർ വിത്ത് സെലക്ഷൻ ഏതൊക്കെ ഐറ്റംസ് ആണെന്നുള്ളതോടെ കാണിക്കും. കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒറ്റ ഫോൾഡറിലേക്ക് പോകും. അത് കാണുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. മാറുന്നുണ്ടോ? നിങ്ങൾ ഒരുപാട് ടാബ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടാബ്സ് തമ്മിൽ സ്വിച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 3 ഫിംഗർ ഉപയോഗിച്ച് ഇതേപോലെ സ്വൈപ്പ് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഇതേപോലെ ഫയൽസിലൊക്കെ വന്നിട്ട് ഡൗൺലോഡ് സെക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് കുറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് 2 ഫിംഗർ ഉപയോഗിച്ച് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പോകാൻ പറ്റും. 3 ഫിംഗർ ടാപ്പ് സ്വൈപ്പ്, 2 ഫിംഗർ ഈ ടാബിൽ തന്നെയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഫുള്ളി സ്ക്രോൾ ചെയ്യുന്ന പോലുള്ള എഫക്റ്റ് ഉണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യാനും അതേ 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ 3 ഫിംഗർ ഉപയോഗിച്ച് മേലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ആയിട്ടുള്ള ടാബ്സ് ഒക്കെ ഇവിടെ വിസിബിൾ ആയിട്ട് കാണാം. അതുപോലെ കമാൻഡ് ടാബ് ഉപയോഗിച്ചാൽ ഇത് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. കമാൻഡ് ഷിഫ്റ്റ് ടാബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ മൾട്ടിപ്പിൾ ടാബ്സ് നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആയിട്ടുള്ളതിന് വേണ്ട സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഏതൊക്കെ ടാബ്സ് ആണെന്ന് വെച്ചാൽ അത് ഫുൾ സ്ക്രീൻ എക്സിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ കോഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ഗ്രാവിറ്റി ഏത് ഐഡിയ നിങ്ങൾ യൂസ് ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾ സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്തിട്ട് ഇതേപോലെ വരുന്ന സമയത്ത് ഏത് സൈഡിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ സൈഡിലേക്ക് മാറും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിലേക്ക് മാറ്റിയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഭയങ്കര ലാഗി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നേരെ ട്രാക്ക് പാഡ് മൗസ് പോയിന്റ് സെർച്ച് ചെയ്യുക. ഓക്കെ, മൗസ് ആൻഡ് ട്രാക്ക് പാഡ് ഇതിന്റെ സ്പീഡ് നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനത് മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഡബിൾ ക്ലിക്കിന്റെ സ്പീഡ്, സ്പ്രിംഗ് ലോഡിങ്ങിന്റെ സ്പീഡ് എല്ലാത്തിലും നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ട്രാക്ക് പാഡിന്റെ ഓപ്ഷൻസ് ഇവിടുന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രോളിംഗ് സ്പീഡ് നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്തിട്ട് പിന്നെ ഇഗ്നോർ ബിൽഡ് ഇൻ ട്രാക്ക് പാഡ് വെൻ മൗസ് ഓർ വയർലെസ് ട്രാക്ക് പാഡ് ഇസ് പ്രസന്റ്. വേറെ നിങ്ങൾ മൗസ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് ലാഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് കുറച്ച് ഫാസ്റ്റ് ആക്കി. സോ ഇതേപോലുള്ള മാക്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ലെറ്റ്സ് ടോക്ക് ടെക് ചെയ്തിട്ടുള്ള എൻ്റെ ചാനൽ. അതേപോലെ തന്നെ യൂട്യൂബ് ഹാൻഡിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഫുൾ ലെങ്ത് വീഡിയോസ് ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ.